സർവമംഗല്യമേ ശിവകാമി പ്രാണ സൗന്ദര്യമേ സത്യം സർവമംഗല്യമേ ശിവകാമി സൗന്ദര്യമേ പ്രേമസാര സങ്കൽപ്പമേ സർവലോകമംഗളധാരേ സത്യം സർവമംഗല്യമേ ശിവകാമി സൗന്ദര്യമേ പ്രേമസാര സങ്കൽപ്പമേ സർവലോകമംഗളധാരേ സത്യം സർവമംഗല്യമേ ശിവകാമി സൗന്ദര്യമേ പ്രേമസാര സങ്കൽപ്പമേ സർവലോകമംഗളധാരേ. മാളുവിൻ്റെ കല്യാണം ഒരേ ഒരാളേ ഉള്ളൂ അറിയാവുന്ന. അവളുടെ താല്പര്യത്തിനും സന്തോഷത്തിനും അനുസരിച്ചാണ് കല്യാണം നടന്നത്. കാരണം പഠിക്കുന്ന കാലം തൊട്ടേ ഈ വലിയ ആടയാഭരണങ്ങളൊന്നും വലിയ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ കല്യാണത്തിനും ഇത്തിരി ലാളിത്യമാകാമെന്ന് അവളുടെ ഒരു ആഗ്രഹം. അതനുസരിച്ച് തന്നെ നമ്മൾ കല്യാണം. അതായത് അവിടെ ഫോട്ടോ എടുത്തില്ലേ അറിയാവില്ല, വള മാല എല്ലാം വളരെ ലിമിറ്റ് ചെയ്യണമെന്നുള്ള അവളുടെ ആഗ്രഹം. അപ്പം നമ്മൾ അതിനോടൊപ്പം നിന്നു. പിന്നെ അവൾ ആഗ്രഹിച്ച രീതി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ രീതി തന്നെ നമ്മൾ അവൾക്ക് നല്ല സപ്പോർട്ടായിട്ട് കട്ടയായിട്ട് ഞാൻ സിനി കൂടെ നിന്നു. പിന്നെ നമ്മൾ അവളുടെ ഒരു താല്പര്യം കൂടെ ഒത്തിരി ചാരിറ്റി ചെയ്യണം. അത് സസ്പെൻസ്. അത് നമ്മളിന്ന് വേദി കാണും എന്താണ് നമ്മൾ ചെയ്യാൻ. അവിടെ പോവാ കല്യാണം കഴിക്കാൻ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എക്സൈറ്റഡ് ആണോ പേടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഒന്നും ഇപ്പോൾ തോന്നുന്നില്ല. ഞാനൊരു ബ്ലാങ്ക് ഫീലിലാണ് നിൽക്കുന്നത്. പിന്നെ ഒരുപാട് വർഷം പരിചയമുള്ള ഒരാളെ തന്നെയാണ്. അന്ന് ഇത്ര നാൾ ഫ്രണ്ടായിരുന്നു, ഇനിയും ഫ്രണ്ടായിരിക്കും. ഇനിയിപ്പോൾ പാർട്ട്ണർ ആവുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അത് എങ്ങനെ ആയിരിക്കും എന്ന് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത്. പറയുമ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല രണ്ട് സുഹൃത്തുക്കളാണ്. മാളു വഴിയാണ് ഞങ്ങൾക്ക് അച്ചുവിന് ശരിക്കും പരിചയം. കോളേജിൽ വെച്ച് തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഇന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് കല്യാണം കഴിക്കാൻ പോവാണെന്നുള്ളത്. എന്തായാലും അവരുടെ ഒരു ജേർണിയിൽ അവർക്ക് എന്നും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ടു അവർ ഓൺ മാളു ആൻഡ് അച്ഛൻ. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവിൻ്റെ ഒരു നല്ല പങ്ക് ഏറ്റവും സാധാരണപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് നിരാലംബരായ ആളുകൾക്ക് പ്രയോജനപ്പെടണം എന്ന ഒരു ചിന്തയിലാണ് ഇവിടെ അടൂരിൽ ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കുന്ന മഹാത്മാ ജനസേവന കേന്ദ്രം
അപ്പോൾ ആ പ്രസ്ഥാനത്തിൽ 40 കിടക്കകളുള്ള ഒരു ബ്ലോക്ക് നിർമ്മിച്ചു കൊടുക്കാനാണ് ഈ വിവാഹത്തിൻ്റെ ചെലവിൻ്റെ ഒരു ഭാഗം അതിനുവേണ്ടി നീക്കിവെക്കാനാണ് സുരേഷ് ബാബുവും കുടുംബവും തീരുമാനിച്ചത്. ഏറ്റവും മാതൃകാപരമായ ഒരു ചടങ്ങായിട്ടാണ് ഞാൻ ഈ ചടങ്ങിനെ കാണുന്നത്. శాశ్వతమైన సంతకమే చేసామోనే చెరుసగమే చేయాలి నీ పయనం తోడు నీడే సాక్ష్యంగా నిలవాలి ఇరువురము ఒకటే మాటే చిగురించిన ఈ ప్రేమే మన కథని తెరదాటి నడిపించనులే మన మధ్యన అనుబంధం ఏమంటే మనసులకే ప్రతిబింబం